ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആക്ച്വലി പറയാൻ വന്നതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഇപ്പോൾ ഇഷ്ടം പോലെ ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ ടാക്സ് ഫയലിംഗിൻ്റെ ഡേറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്, ഏപ്രിൽ മാർച്ചൊക്കെ ആവാറായിട്ടുണ്ട്. മാർച്ചായി. അപ്പോൾ നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ നോർമലി നമുക്ക് ആനുവലി 10 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിന് ഇൻകം ടാക്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾക്ക്, അതായത് ഒരു 50,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ, ഒരു 90,000 രൂപ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ, ഒരു 1.5 ലാഖിൻ്റെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നമുക്കിപ്പോൾ നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ സോഴ്സും സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നോട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ, ഹൈ വാല്യൂ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ നമുക്ക് AI വെച്ചിട്ടുള്ള പരിപാടികളാണല്ലോ, ട്രാക്കിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ എന്താ പറയുക, ഇതുപോലെ ട്രാക്കിംഗ് സംഭവങ്ങളൊക്കെ ഓൾറെഡി മെച്ചപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പുതിയ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ AI കൂടിയും ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാരണമായിരിക്കാം ഇത്ര അധികം. ഇപ്പം എന്താ വെച്ചാൽ പണ്ടൊന്നും മാനുവലായിട്ട് ആൾക്കാർ ഇതുപോലെ ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് റൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്താൽ അത് ആക്ച്വലി നമ്മുടെ ഇൻകം ടാക്സിനെ നോട്ടിഫൈ ചെയ്യണമെന്ന് അതിന് റൂൾ ഉണ്ട്. അത് ബാങ്ക് പണ്ട് തൊട്ടേ ചെയ്യാറുണ്ട്. പക്ഷേ അത് എത്ര ആൾക്കാർ, നമ്മുടെ ഇന്ത്യയിൽ എത്ര ആൾക്കാരുണ്ട്, അപ്പോൾ എത്ര സംഭവമാണ് ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ റിപ്പോർട്ട് ആവാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാനുവലി അത് എടുത്തു വെക്കാനും അല്ലെങ്കിൽ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യാനൊന്നും എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഈ ഫുള്ളി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ ഇതുപോലെ നോട്ടീസും ഇമെയിൽ നോട്ടീസ് അടക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ നോട്ടീസ് അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇമെയിൽ ത്രൂവും മെസ്സേജ് ത്രൂ ഒക്കെ നമുക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ എന്താ പറയുക സംഭവം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ, അതായത് നിങ്ങളിപ്പോൾ കുറേ പേര് ഇപ്പോൾ കാർ വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കാറൊക്കെ കുഴപ്പമൊന്നുമില്ല, സോഴ്സ് കാണിക്കാൻ ഉണ്ടായാൽ മതി. അപ്പോൾ അതല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ നല്ല ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യാൻ, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വില കൂടിയ ജ്വല്ലറി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സംഭവം നോക്കിയിരിക്കട്ടാ. എന്ന് വെച്ചാൽ ഇഷ്ടം ആൾക്കാർക്ക് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഓൾറെഡി ഒരാഴ്ച മുമ്പത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾക്ക് ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ ഒരാൾ ആക്ച്വലി ജ്വല്ലറി വാങ്ങിച്ചപ്പോഴാണ് പറഞ്ഞല്ലോ, 1.5 ലക്ഷം രൂപയുടെ ജ്വല്ലറി വാങ്ങിച്ചതിന് ശേഷമാണ് നമുക്ക് നോട്ടിഫൈ വന്നത്. അപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുള്ള സംഭവമാണെങ്കിൽ നിങ്ങളിതൊന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യാൻ നോക്കട്ടെ. എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഒരു നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമായിട്ട് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ. നമ്മുടെ ചാനൽ അതിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ടെലിഗ്രാം ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.